ഇത് കാവത്താണ്, വീട്ടിലുണ്ടായതാണ്. ഇത് കാവത്ത് കറി വെച്ചത്. ഇത് ചോറിനൊന്നും പറ്റില്ല, അത് നമുക്ക് 4 മണിക്ക് ചായക്കൊക്കെ തിന്നാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് ഇത്രയും കാവത്ത് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. കൂടി വന്നാൽ 5 കിലോയിൽ താഴെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. 3 കിലോ 2 കിലോ 4 കിലോ ഇങ്ങനെയാണ് കണക്ക് കിട്ടിയിട്ടുള്ളൂ. ഇതാദ്യമായിട്ടാണ്. ഇത് 16 കിലോനാണ്. അതൊന്നല്ല രസം, ഇത് കുഴിച്ചിട്ട രീതിയാണ്. ഞങ്ങൾ വലിയ കുഴി കുത്തിയിട്ട് അതിൽ നിറച്ച് ചവറ് നിറച്ചിട്ട് അതിനെ മൂടിയിട്ട് അതിൻ്റെ മുകളിൽ കാവത്ത് വെച്ചിട്ടാണ് അത് മണ്ണിടുക. ഇതങ്ങനെയല്ല. ഇത് 2 കാവത്തിൻ്റെ വിത്ത് കിട്ടിയതാണ്. അപ്പോൾ ഇഞ്ചി പറിച്ച ഒരു ചെറിയ കുഴി ഉണ്ടായിരുന്നു, അതിൽ വെറുതെ കൊണ്ടുവന്ന് വെച്ചതാണ്. അപ്പോൾ ഞാനത് ഇത് വെറുതെ ഇത് ഉണ്ടാവുന്നില്ല, എത്രയും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒരെണ്ണം ഞാനൊരു വാഴ കുഴി പോയപ്പോൾ അതിൽ വെച്ചു. അത് പറിച്ചിട്ടില്ല ഇപ്പോൾ. ഇത് വേഗം പറിക്കാമല്ലോ എന്ന് വെച്ചാൽ ഞാനും ഉണ്ണിയും കൂടി മാന്തി നോക്കുക എവിടെ കിട്ടണം. പൊക്ക് പൊക്ക് പൊട്ടിയിരുന്നു, ഇനിയുണ്ട്. കുറേ അടിയിലേക്ക് പോയേക്കുക. നമ്മൾ കുഴി കുത്താണ്ട് മുകളിൽ വെച്ചിട്ട് ഇത്ര അടിയെ പോയപ്പോൾ അപ്പം ഈ കുഴി കുത്തി വെക്കണതൊക്കെ വെറുതെ ആയിരുന്നില്ലേ. അതുകൊണ്ട് എത്ര പൊട്ടിയിട്ട് കിട്ടിയ. ഇതിപ്പോൾ മുകളിൽ വെച്ച കാരണം ചെറിയൊരു കാവത്താവും, 1 കിലോനൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് പറിച്ചെടുത്തത്. അല്ലെങ്കിൽ വലിയ കുഴി ചുറ്റുവാരം മണ്ണ് മാന്തിയിട്ട് ഇത് പറിച്ചെടുത്തേനെ, അപ്പോൾ പൊട്ടാണ്ട് കിട്ടിയേനെ. ഇനിയിപ്പോൾ ഇതും കൂടി ഉള്ളതെന്നുണ്ട്. ജീവിതം കഴിഞ്ഞു. എന്തോരം കാവത്താന്ന് നോക്കിയേ. അതും നല്ല വെള്ള കാവത്ത്. ചിലത് നീല വയലറ്റ് കാവത്ത ഉണ്ടാവാറ്, അതിന് ടേസ്റ്റ് കുറവാണ്. അത് വെള്ള കാവത്താണ്. അപ്പോൾ തൂക്കം അടിച്ച് നോക്കാം എന്തോരം ഉണ്ട് നോക്കാം നമുക്ക്. വർഷങ്ങൾക്ക് മുന്നേ അതേപോലെ കൊള്ളി നട്ടിട്ട് ഒരു 9 കിലോ കൊള്ളി ഒരു കടയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ പാളയംകുളം വാഴ കൊല വെട്ടിയിട്ട് 47 കിലോ ഉണ്ടായിരുന്നു കൊല. അപ്പോൾ 16 കിലോനെ വിട്ടപ്പോൾ ഇത്രയും കാവത്ത് ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് കിട്ടണം. പല വർഷങ്ങളായിട്ട് ഞാൻ കാവത്ത് നട്ടുണ്ട്. ചിലപ്പോൾ നടുമ്പോൾ ആ നട്ടത്ര പോലും കിട്ടാറില്ല. ആ കാവത്തിൻ്റെ മൂക്ക് ഇതാണ് അതിൻ്റെ മൂക്ക്. കട കണ്ട ഈ ഒരു കടേന് ഇത് എനിക്ക് പറഞ്ഞതിനൊരു വളം ഒന്നും ഇട്ടിട്ടില്ല. ഒരു പ്രത്യേകത, നല്ല ചുമന്ന മണ്ണായിരുന്നു. അതാണ് ഇതിനൊരു പ്രത്യേകത. ഇനി നമുക്ക് ഈ കാവത്ത് കുറച്ചെടുത്ത് നുറുക്കി കുറേ വട്ടം കഴുകണം കേട്ടോ. അതിൽ നല്ല കൊഴുകുന്നുണ്ടാവും. കഴുകി അതിൽ ആവശ്യത്തിന് ഉപ്പിടുക, പിന്നെ കുറച്ച് പച്ചമുളക് ചതച്ചതിടുക എരിവിന്. കാവത്തിൽ മഞ്ഞപ്പൊടി ഇടില്ല, അതെന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്ന വെച്ചൊന്ന് പറഞ്ഞു തരണം കേട്ടോ. എന്നിട്ട് നമ്മളിത് അടുപ്പത്ത് വെച്ച് ഒരു സ്റ്റീം. ഇനി നാളികേരം ഒന്ന് ഒതുക്കിയെടുക്കുക. നല്ലപോലെ അരയ്ക്കൊന്നും വേണ്ട. കാവത്ത് വെന്ത് ഒന്ന് കുത്തി ഉടയ്ക്കാം, ചെറുതായിട്ടൊന്ന് കുത്തി ഉടയ്ക്കുക. അപ്പോൾ നാളികേരം ഒതുക്കിയതിൽ നല്ല യോജിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഒതുക്കിയെടുത്ത നാളികേരം ഒഴിച്ച് നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിൽ ഉള്ളിമുളകൊക്കെ കുത്തി കാച്ചണേക്കാളും പച്ചമുളക് ഇട്ടിട്ട് കടുക് കാച്ചണതാണ് അതിനെ ടേസ്റ്റ്. കടുകൊക്കെ പൊട്ടി കഴിഞ്ഞു. 2 മുളകൊക്കെ ഇടുക. മുഴുവൻ വേപ്പലയും കാച്ചി ഒഴിച്ചു. കാവത്ത് കറി റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റിയാണ്. അതിൻ്റെ കൂടെ ഒരു കോമ്പിനേഷൻ പോർക്ക് ചില്ലി, അത് വേണമെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാം.